നമ്മുടെ കൂടെ എന്താണ് കുറച്ച് ദിവസം മുൻപാണ് ഈ ഒരു ഷൂട്ട് നടന്നിരുന്നെങ്കിൽ ഇന്ന് ഈ ഒരു സീറ്റിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കലാഭവൻ നവാസ് അല്ലേ. ഇപ്പോഴും ഇവിടെയൊക്കെ എവിടെയൊക്കെ ഉണ്ട് നവാസ്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും കൂടുന്ന സ്ഥലത്ത് നവാസ് ഉണ്ടാവും. തീർച്ചയായിട്ടും നവാസ് ഉണ്ടാവും. നവാസ് നല്ലൊരു ഗായകനായിരുന്നു. പാരഡി ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നു. പാരഡി ഗാനങ്ങൾ നന്നായിട്ട് പാടുന്ന ഒരാളായിരുന്നു അല്ലേ. അപ്പം നവാസിന്റെ ഒരു പാട്ട് കേൾക്കണമെന്ന് എനിക്ക് പേഴ്സണലി ഒരു ആഗ്രഹമുണ്ട്. എല്ലാവർക്കും ഈ പാട്ടിന്റെ നവാസ് പാടിയ ഞാൻ പാട്ട് പാടാം. ഒരു പാട്ട് എനിക്ക് അറിയാം, കുറച്ചുപേരെ എനിക്കറിയാം. പക്ഷെ ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് നവാസ് അത് നമ്മുടെ മാമുക്കോയുടെ ശബ്ദത്തിലാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്. മാമുക്കോയെ പോലെ പാടിയിരുന്നത്. നിർഭാഗ്യവശാൽ എനിക്ക് അത് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് സാധാരണ എനിക്ക് പറ്റുന്ന ശബ്ദത്തിൽ ഞാൻ തീർച്ചയായും അത്രേ ഉള്ളൂ പ്രതിഭട്ട. കാര്യം നവാസിന്റെ ഒരു പ്രസൻസ് നമ്മൾ ഇവിടെ ഫീൽ ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. നവാസ് നമ്മളോടൊപ്പം ഉണ്ട്. അപ്പൊ നവാസിന്റെ ഒരു പാട്ട് പ്രതിഭേട്ടന്റെ വോയിസിൽ നമ്മൾ കേൾക്കുക എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. താങ്ക് യു. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി, ചാൻസും ചോദിച്ച് കരഞ്ഞും കൊണ്ടെത്തി. മീശ വളർത്തിയ ചുരുൾമുടിയൻ, താടി വളർത്തിയ ഒരു തടിയൻ, അംജദ് ഖാൻ എന്നൊരു പഹയൻ. ബച്ചനെന്നൊരു കൊച്ചൻ, ഞമ്മടെ അഭിഷേക് ബച്ചന്റെ അച്ഛൻ. പണ്ടൊരു കാലം പുള്ളി ഷോലെ നടിക്കണ കാലം. അടിപൊളി അടിപൊളി. ഇത് എഴുതിയത് മറ്റാരുമല്ല, ശരിക്കും പറഞ്ഞാൽ മീറ്ററിങ്ങിൽ ഞാൻ കണ്ടിട്ടുള്ള പാരഡി എഴുതുന്ന 3 പേരാണ് മീറ്ററിങ്ങിൽ വലിയ സ്റ്റാറുകൾ ഞാൻ വിചാരിച്ചിട്ടുള്ളത്. അത് വലിയ ആള് മിമിക്കയാണ്, അതിനുശേഷം നമ്മുടെ നാദിർഷയാണ്, അതിനുശേഷം വന്ന തലമുറയിൽ ഷിജു അഞ്ജുമനെയാണ്. തന്നെ നവാസ് ആണെങ്കിൽ പോലും എല്ലാ പാട്ടുകളും വളരെ മനോഹരമായി പാട്ട് പാടുന്ന ഒരാളാണ്. എല്ലാ പാട്ടും വളരെ ഗംഭീരമായിട്ട് പാടുന്ന ഒരാളായിരുന്നു. ഇപ്പൊ എസ് ജാനകിയമ്മയുടെ സൗണ്ട് ഒക്കെ ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയുക, അത് വളരെ ക്ലാരിറ്റിയോടും പെർഫെക്ഷനോടും കൂടി പാടുന്ന ഒരാളായിരുന്നു. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട മണിച്ചേട്ടന്റെ വിയോഗവും അല്ലേ ഷാജോൺ? അപ്പൊ ചേട്ടാ, എപ്പോഴും മണിച്ചേട്ടന്റെ പാട്ടുകൾ എല്ലായിടത്തും ആഘോഷമാണ്. എല്ലാ ഉത്സവ പറമ്പുകളിലും എല്ലായിടത്തും ആഘോഷമാണ്. അപ്പൊ ഈ ഓണത്തിന് നമുക്ക് മണിച്ചേട്ടന്റെ ഒരു ആഘോഷ പാട്ട് പാടിയിട്ട് നമുക്ക് ഈ കോമ്പറ്റീഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ. പകല് മുഴുവൻ പണിയെടുത്ത് കിട്ടണ കാശിന് കള്ളും കുടിച്ച് എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധാ, എന്റെ മോളെ കട്ടത്തിലാക്കല്ലേ വേലായുധാ. കെട്ടിയ പെണ്ണിന് കഞ്ഞി കൊടുക്കാൻ പറ്റാത്തോനെന്തിനീ പണി ചെയ്തു. കല്യാണം കുട്ടികളില്ലട വേലായുധാ, കല്യാണം കുട്ടികളില്ലട വേലായുധാ. പെണ്ണ് കെട്ടിയ കാലും കെട്ടും, കുട്ടികളായ വായും കെട്ടും. കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധാ, കാര്യം കഴിഞ്ഞു മതിക്കളി വേലായുധാ. പരുമണിക്കൊത്തൊരു പെണ്ണ് പാവം വേള പാടും പെട്ടു. പേക്കോലം പോലായില്ലട വേലായുധാ, പേക്കോലം പോലായില്ലട വേലായുധാ. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ, പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം, പെണ്ണിന്റെ പഞ്ചാരപ്പുഞ്ചിരി കട്ടങ്കലക്കന്റെ കച്ചോടം. അന്നത്തെ ചന്ദല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി, അന്നത്തെ ചന്ദല കച്ചോടം പെണ്ണിന്റെ കൊട്ടല മീനായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ.
മീനും കൊണ്ടഞ്ചാറു വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചോടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ.